കൽച്ചട്ടി മയക്കുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എന്നോട് കുറേ പേര് പറഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കുന്നു കേട്ടോ. അത് അടി പിടിക്കുമെന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും അടി പിടിക്കത്തൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു പുതിയ പാത്രം വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞുണ്ടല്ലോ, എനിക്ക് അതിനകത്ത് എന്തെങ്കിലും കുക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടും. നമുക്കൊരു ത്വരയാണ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്ന് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ചീരക്കര വെച്ച് കാണിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരക്കര, ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല പരിപാടി. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു രസമുള്ള സാധനം കേട്ടോ. അപ്പം കൽച്ചട്ടിയിൽ ആദ്യത്തെ കുക്കിംഗ് പരിപാടിയായി ചീരക്കറിയായി. അപ്പോൾ വേഗം ഉണ്ടാക്കിയാലോ. വെളിച്ചെണ്ണയിലോട്ട് കടുക് അങ്ങോട്ട് പൊട്ടിക്കുക. വറ്റൽമുളകും വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചാണ് കേട്ടോ. അതും ചെറുള്ളി ഏറെ വേണം, പച്ചമുളക്, പിന്നെ ഒരു 1.5 തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. അതിട്ട് നന്നായിട്ട് വഴട്ടി എടുക്കണം കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് വഴണ്ട് വരണം. അതിനുശേഷം ചെറിയ ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടിയും കായപ്പൊടി ഇട്ട് വീണ്ടും ഒന്ന് വഴട്ടുക. അതിനകത്തോട്ട് ഇത് നമ്മുടെ ഉലുവേലയില്ലേ, ആ സംഭവമാണ്, വെന്തയച്ചീര എന്നൊക്കെ പറയും. അത് അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴട്ടിയെടുക്കുക. പിന്നെ പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് കുക്കറിൽ വേവിച്ചാണ്, അത് ഇടുക. അതിനുശേഷം പാകത്തിന് ഉപ്പും ചേർക്കുക. ലാസ്റ്റ് ഇത് തിളച്ച് വരുമല്ലോ നമ്മുടെ കറി, ലാസ്റ്റ് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നെയ്ക്കകത്തോട്ട് കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അതിട്ട് അങ്ങോട്ടങ്ങ് ഒഴിക്കണം. അതിൻ്റെ ഒരു വാസനയും നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളകി കൊണ്ട് കഴിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.